ഹോം ടാബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ടാബാണ് സോളിഡ് ടാബ്. ഹോം ടാബിന് തൊട്ടടുത്തായിട്ടാണ് സോളിഡ് ടാബ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോളിഡ് ടാബിൽ പ്രിമിറ്റീവ് എന്ന പാനൽ കാണാൻ സാധിക്കുന്നതാണ്. ബോക്സ്, സിലിണ്ടർ, സ്ഫിയർ, പോളിസോളിഡ്, സോളിഡ് ഹിസ്റ്ററി എന്നിവ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പ്രിമിറ്റീവ് പാനൽ. പ്രിമിറ്റീവ് പാനലിലെ എല്ലാ കമാൻഡ്സുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്തതാണ് സോളിഡ് പാനൽ. എക്സ്ട്രൂഡ്, പ്രസ് പുൾ, റിവോൾവ്, സ്വീപ്പ് എന്നീ കമാൻഡ്സുകളാണ് സോളിഡ് പാനലിലുള്ളത്. സോളിഡ് പാനലിന്റെ തൊട്ടടുത്തായിട്ടാണ് ബൂളിയൻ പാനൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. യൂണിയൻ, സബ്ട്രാക്ട്, ഇന്റർസെക്ട് എന്നീ കമാൻഡ്സുകൾ ബൂളിയൻ പാനലിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. അടുത്ത പാനലാണ് സോളിഡ് എഡിറ്റിംഗ്. സോളിഡ് എഡിറ്റിംഗ് കമാൻഡ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. സോളിഡ് എഡിറ്റിംഗ് പാനലിലെ ഫില്ലറ്റ് എഡ്ജ് എന്ന കമാൻഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനായി ബോക്സ് കമാൻഡ് ഉപയോഗിച്ച് ഒരു 3D സോളിഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഫില്ലറ്റ് എഡ്ജ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഫില്ലറ്റിംഗ് എഡ്ജ് അപ്ലൈ ചെയ്യുന്നതിനായി റേഡിയസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ ഒരു ഫില്ലറ്റ് റേഡിയസ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത 3D സോളിഡിന്റെ എഡ്ജ് ഫില്ലറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം. അടുത്ത കമാൻഡാണ് ചാംഫർ എഡ്ജ്. ചാംഫർ എഡ്ജ് എന്ന കമാൻഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായി ബോക്സ് കമാൻഡ് ഉപയോഗിച്ച് ഒരു 3D സോളിഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ചാംഫർ എഡ്ജ് എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. ചാംഫർ ചെയ്യേണ്ട എഡ്ജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കമാൻഡ് ലൈനിലെ ഡിസ്റ്റൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു ചാംഫർ ഡിസ്റ്റൻസ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും കീബോർഡിൽ എന്റർ കീ പ്രസ് ചെയ്യുക. നൽകിയ വാല്യൂവിനനുസരിച്ച് സോളിഡ് എഡ്ജ് ചാംഫർ ആയിരിക്കുകയാണ്. സെക്ഷൻ പാനലിനെ കുറിച്ചും സെലക്ഷൻ പാനലിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് അടുത്ത ടാബിനെ കുറിച്ച് പഠിക്കാം. അടുത്ത ടാബാണ് സർഫസ്. സോളിഡ് എന്ന ടാബിന് തൊട്ടടുത്തായിട്ടാണ് സർഫസ് എന്ന ടാബ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സർഫസ് ടാബിലെ ക്രിയേറ്റ് എന്ന പാനലിലെ കമാൻഡ്സുകളെ കുറിച്ച് പഠിക്കാം. പ്ലനാർ സർഫസ്. ഒരു പ്ലനാർ സർഫസ് ക്രിയേറ്റ് ചെയ്യാനാണ് പ്ലനാർ സർഫസ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. പ്ലനാർ സർഫസ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് കോർണർ സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിലാണ് പ്ലനാർ സർഫസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. കമാൻഡ് ലൈനിൽ സി എന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് ഒരു സർക്കിൾ ഡിസ്പ്ലേയിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും പ്ലനാർ സർഫസ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. കമാൻഡ് ലൈനിൽ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലനാർ സർഫസ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ഈ രീതിയിലും നമുക്ക് പ്ലനാർ സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ബ്ലെൻഡ് എന്ന കമാൻഡ്. ക്രിയേറ്റ് എന്ന പാനലിലാണ് ബ്ലെൻഡ് എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സർഫസിനെ തമ്മിൽ ബ്ലെൻഡ് ചെയ്യാനാണ് സർഫസ് ബ്ലെൻഡ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ബ്ലെൻഡ് കമാൻഡിനടുത്താണ് പാച്ച് കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ എഡ്ജിന്റെ മുകളിലായി ഒരു ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് സർഫസ് പാച്ച് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് പാച്ച് എന്ന കമാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഡിസ്പ്ലേയിൽ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിച്ച് എക്സ്ട്രൂഡ് ചെയ്യുക. അതിനുശേഷം പാച്ച് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. സർഫസ് എഡ്ജ് സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക.
വീണ്ടും കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. സർഫസ് പാച്ച് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. പൊസിഷൻ, ടാൻജന്റ്, കർവേച്ചർ എന്നീ 3 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. പൊസിഷൻ എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് ടാൻജന്റ്. ടാൻജന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിലെ എസ്കേപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ടാൻജന്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ ഒബ്ജക്റ്റിലുണ്ടായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. ഈ രീതിയിലാണ് സർഫസ് പാച്ച് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത കമാൻഡാണ് ഓഫ്സെറ്റ് കമാൻഡ്. ക്രിയേറ്റ് ചെയ്ത സർഫസിനെ ഓഫ്സെറ്റ് ചെയ്യാനാണ് ഓഫ്സെറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓഫ്സെറ്റ് കമാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി പ്ലാനാർ സർഫസ് എന്ന കമാൻഡ് ഉപയോഗിച്ച് ഒരു പ്ലാനാർ സർഫസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഓഫ്സെറ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത സർഫസ് സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിലാണ് ഓഫ്സെറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് അസോസിയേറ്റിവിറ്റി ടേൺ ഓൺ ചെയ്യുന്നതിനാണ് സർഫസ് അസോസിയേറ്റിവിറ്റി എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് നെർബ്സ് ക്രിയേഷൻ. നെർബ് സർഫസ് സെറ്റ് ചെയ്യുന്നതിനാണ് സർഫസ് മോഡലിംഗ് മോഡ് അഥവാ നെർബ്സ് ക്രിയേഷൻ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫില്ലറ്റ് കമാൻഡ്. സർഫസിനെ ഫില്ലറ്റ് ചെയ്യുന്നതിനാണ് ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫില്ലറ്റ് കമാൻഡിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. അതിനായി പ്ലാനാർ സർഫസ് കമാൻഡ് ഉപയോഗിച്ച് ഒരു പ്ലാനാർ സർഫസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. പ്ലാനാർ സർഫസിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്ത ഒബ്ജക്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യുക. കമാൻഡ് ലൈനിൽ X എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം Enter കീ പ്രസ് ചെയ്യുക. എക്സ്പ്ലോഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫില്ലറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. കമാൻഡ് ലൈനിലെ റേഡിയസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായൊരു റേഡിയസ് വാല്യൂ കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. അതിനുശേഷം സർഫസിനെ സെലക്ട് ചെയ്യുക. വീണ്ടും അടുത്ത സർഫസിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. വീണ്ടും ഫില്ലറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് സർഫസിനെ സെലക്ട് ചെയ്യുക. വീണ്ടും സെക്കൻഡ് സർഫസിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിച്ച് സർഫസിനെ ഫില്ലറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ട്രിം കമാൻഡിനെ കുറിച്ച് പഠിക്കാം. ക്രിയേറ്റ് ചെയ്ത സർഫസ് ഒബ്ജക്റ്റിന്റെ പോർഷൻസ് ട്രിം ചെയ്യാനാണ് സർഫസ് ട്രിം എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് ട്രിം എന്ന കമാൻഡിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. അതിനായി പ്ലാനാർ സർഫസ് എന്ന കമാൻഡ് ഉപയോഗിച്ച് ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ സർഫസ് സെലക്ട് ചെയ്ത് മൂവ് കമാൻഡ് ഉപയോഗിച്ച് പ്ലാനാർ സർഫസിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ട്രിം എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം Enter കീ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ ട്രിം കമാൻഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത സർഫസുകളെ ട്രിം ചെയ്യാൻ സാധിക്കുന്നു. ട്രിം കമാൻഡിന്റെ തൊട്ടടുത്താണ് അൺട്രിം എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ട്രിം ചെയ്ത സർഫസ് ഒബ്ജക്റ്റുകളെ അൺട്രിം ചെയ്യാനാണ് സർഫസ് അൺട്രിം എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് അൺട്രിം എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക.
കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ അൺട്രിം കമാൻഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം. അടുത്ത കമാൻഡാണ് സർഫസ് എക്സ്റ്റെൻഡ്. സർഫസിനെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സർഫസ് എക്സ്റ്റെൻഡ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് എക്സ്റ്റെൻഡ് എന്ന കമാൻഡിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. അതിനായി പ്ലനാർ സർഫസ് എന്ന കമാൻഡ് ഉപയോഗിച്ച് ഒരു പ്ലനാർ സർഫസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം സർഫസ് എക്സ്റ്റെൻഡ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത പ്ലനാർ സർഫസിന്റെ സർഫസ് എഡ്ജ് സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ ആവശ്യാനുസരണം സർഫസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് പാനലിലെ അടുത്ത കമാൻഡാണ് സർഫസ് സ്കൾപ്റ്റ്. സർഫസ് എക്സ്റ്റെൻഡ് എന്ന കമാൻഡിന് തൊട്ടു താഴെയായിട്ടാണ് സർഫസ് സ്കൾപ്റ്റ് എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സർഫസ് ഒബ്ജക്റ്റുകളുടെ കളക്ഷനെ ഒരു സോളിഡ് ആക്കി കൺവെർട്ട് ചെയ്യാനാണ് സർഫസ് സ്കൾപ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് സ്കൾപ്റ്റ് എന്ന കമാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി പ്ലനാർ സർഫസ് കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു പ്ലനാർ സർഫസ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത പ്ലനാർ സർഫസിനെ എക്സ്ട്രൂഡ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്ത ഒബ്ജക്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യുക. അതിനുശേഷം പ്ലനാർ സർഫസിനെ കോപ്പി ചെയ്ത് പ്ലേസ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത സർക്കുലറായി അറേഞ്ച് ചെയ്യുക. പൂർണ്ണമായും സർഫസ് ഒബ്ജക്റ്റുകളെല്ലാം തന്നെ ഇറഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സർഫസ് സ്കൾപ്റ്റ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സർഫസ് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ നമുക്കൊരു 3D സോളിഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു സർഫസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി സർക്കിൾ കമാൻഡ് ഉപയോഗിച്ച് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിച്ച് എക്സ്ട്രൂഡ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ഈ സർഫസിനെ നർബായി കൺവെർട്ട് ചെയ്യാനാണ് കൺവെർട്ട് ടു നർബ്സ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. കൺവെർട്ട് ടു നർബ്സ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നർബായി കൺവെർട്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് നർബ്സ് ആയി കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. കൺട്രോൾ വെർട്ടിസസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിനു വേണ്ടി ഷോ സിവി എന്ന കമാൻഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷോ സിവി എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് കൺട്രോൾ വെർട്ടിസസ് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ഹൈഡ് സിവി. കൺട്രോൾ വെർട്ടിസസ് ഹൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഹൈഡ് സിവി. ഹൈഡ് സിവി എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ വെർട്ടിസസ് ഹൈഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ വെർട്ടിസസ് എന്ന പാനലിലെ അടുത്ത കമാൻഡാണ് റീബിൽഡ്. സർഫസിനെ റീബിൽഡ് ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് റീബിൽഡ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഒരു റീബിൽഡ് സർഫസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുകയാണ്. കൺട്രോൾ വെർട്ടിസസ് കൗണ്ട് ഡിക്രീസ് ചെയ്യുവാനും ഇൻക്രീസ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. യു ഡയറക്ഷനിലെ കൺട്രോൾ വെർട്ടിസസ് എഡിറ്റ് ചെയ്യാനായി ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ വാല്യൂ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൺട്രോൾ വെർട്ടിസസ് കൗണ്ട് ഇൻക്രീസ് ചെയ്യുവാനും ഡിക്രീസ് ചെയ്യുവാനും സാധിക്കുന്നു. അടുത്തതാണ് വി ഡയറക്ഷൻ. വി ഡയറക്ഷൻ എന്നെഴുതിയതിന് തൊട്ടുനേരെയുള്ള റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് വി ഡയറക്ഷനിലുള്ള കൺട്രോൾ വെർട്ടിസസിനെ ഇൻക്രീസ് ചെയ്യുവാനും ഡിക്രീസ് ചെയ്യുവാനും സാധിക്കുന്നതാണ്.
അല്ല എങ്കിൽ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് കൺട്രോൾ വെർട്ടിസസ് ഇൻക്രീസ് ചെയ്യുവാനും ഡിക്രീസ് ചെയ്യുവാനും സാധിക്കുന്നു. അടുത്തതാണ് ഡിഗ്രി. കൺട്രോൾ വെർട്ടിസസിന്റെ ഡിഗ്രി നമുക്ക് അതുപോലെ അനുയോജ്യമായ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻസ്. ഡിലീറ്റ് ഒറിജിനൽ ജിയോമെട്രി എന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതാണ് റീട്രിം പ്രീവിയസ്ലി ട്രിംഡ് സർഫസസ്. ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. വീണ്ടും ഷോ സിവി എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ വെർട്ടിസസ് ഇൻക്രീസ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ വെർട്ടിസസ് അനുയോജ്യമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണ് കൺട്രോൾ വെർട്ടിസസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ നെർബായി കൺവെർട്ട് ചെയ്ത് കൺട്രോൾ വെർട്ടിസസ് ഉപയോഗിച്ച് ഷേപ്പ്ലെസ് ആക്കാൻ സാധിക്കുന്നതാണ്. അനുയോജ്യമായ രീതിയിലുള്ള ഷേപ്പിൽ ഒബ്ജക്റ്റുകളെ മാറ്റാൻ സാധിക്കുന്നതാണ്. സർഫസ് റീബിൽഡ് എന്ന കമാൻഡിന് തൊട്ട് താഴെയുള്ള കമാൻഡാണ് സർഫസ് സിവി ആഡ്. കൺട്രോൾ വെർട്ടിസസ് ആഡ് ചെയ്യുന്നതിനാണ് സർഫസ് സിവി ആഡ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. സർഫസ് സിവി ആഡ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അനുയോജ്യമായ പോയിന്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഷോ സിവി എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ കൺട്രോൾ വെർട്ടിസസ് ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്ത കമാൻഡാണ് സർഫസ് സിവി റിമൂവ്. കൺട്രോൾ വെർട്ടിസസിനെ റിമൂവ് ചെയ്യാനാണ് സർഫസ് സിവി റിമൂവ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത പാനലാണ് കർവ്സ് പാനൽ. സ്പ്ലെയിൻ സിവി, എക്സ്റ്റെൻഡ്, ജോയിൻ, ട്രിം, ബ്ലെൻഡ്, കർവ്സ് തുടങ്ങിയ കമാൻഡ്സുകളാണ് കർവ്സ് പാനലിൽ അടങ്ങിയിരിക്കുന്നത്. ഈ കമാൻഡ്സുകളെല്ലാം തന്നെ 2D സെക്ഷനിൽ പഠിച്ചതാണ്. അടുത്ത പാനലാണ് പ്രൊജക്ട് പാനൽ. പ്രൊജക്ട് ജിയോമെട്രി എഡിറ്റ് ചെയ്യാനാണ് പ്രൊജക്ഷൻ പാനൽ ഉപയോഗിക്കുന്നത്. അടുത്ത പാനലാണ് അനാലിസിസ്. അനുയോജ്യമായ കളർ ഗ്രേഡിയന്റ് നൽകാനാണ് അനാലിസിസ് പാനലിലെ കമാൻഡ്സുകൾ ഉപയോഗിക്കുന്നത്. ഹാർഡ്വെയർ ആക്സിലറേഷൻ ഉപയോഗിക്കുമ്പോൾ മാത്രമേ സർഫസ് അനാലിസിസ് ലഭ്യമാകുകയുള്ളൂ. സർഫസ് അനാലിസിസ് ഹാർഡ്വെയർ ആക്സിലറേഷനെ ആശ്രയിച്ചിരിക്കുന്നു. സർഫസ് ടാബിലെ കമാൻഡ്സുകളെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.